നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. കുറച്ചു കാലം മുൻപ് വരെ നമ്മുടെ റോഡ് വക്കുകളിലെ ഒരു സാധാരണ കാഴ്ചയായിരുന്നു ജെയ്സൺ വാട്ടർ ടാപ്പ്. പുതിയ തലമുറയ്ക്ക് ഇത് അന്യമായിരിക്കും. 20-ാം നൂറ്റാണ്ടിൽ ലോകമെമ്പാടും പ്രചാരത്തിലുണ്ടായിരുന്ന ജെയ്സൺ വാട്ടർ ടാപ്പ് കണ്ടുപിടിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ സുബ്രഹ്മണ്യ അയ്യരാണ്. വെള്ളം പാഴാകുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ ഒരു ടാപ്പ് രൂപകൽപ്പന ചെയ്യുകയായിരുന്നു അയ്യർ. പിന്നീട് ഇത് ലോകമെമ്പാടും ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. ജെയ്സൺ വാട്ടർ ടാപ്പ് വേസ്റ്റ് നോട്ട് വാട്ടർ ടാപ്പ് എന്നും അറിയപ്പെടുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ റോഡുകളിൽ ഈ ടാപ്പുകൾ സാധാരണ കാഴ്ചയായിരുന്നു. നമ്മളിൽ പലരും ഈ ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചവരുമായിരിക്കാം. ഇത് കണ്ടുപിടിച്ചത് ഒരു മലയാളിയാണ് എന്നത് പക്ഷേ അധികമാർക്കും അറിയില്ല. സമൂഹത്തിലെ സാമ്പത്തിക വികസനവും കുപ്പിവെള്ളത്തോടുള്ള ആസക്തിയും കാരണം റോഡുകളിലെ ഇത്തരം പൊതുജല ടാപ്പുകൾ ഇപ്പോൾ ഏതാണ്ട് ഇല്ലാതായിരിക്കുകയാണ്. എന്നിരുന്നാലും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുടനീളം വരെ വളരെ പ്രചാരത്തിലുണ്ടായിരുന്ന ഇവ ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന മിക്ക പരമ്പരാഗത റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലുമെല്ലാം ഇപ്പോഴും കാണപ്പെടുന്നുണ്ട്. 90കൾ വരെയും നമ്മുടെ നാട്ടുവഴികളിലും നഗരങ്ങളിലുമെല്ലാം സാധാരണമായിരുന്നു ഇത്തരം ജെയ്സൺ വാട്ടർ ടാപ്പുകൾ. 1984-ൽ കേരള വാട്ടർ അതോറിറ്റി സ്ഥാപിതമായ ശേഷം സംസ്ഥാനത്തെമ്പാടും സ്ഥാപിച്ച ജലവിതരണ പൈപ്പുകളിൽ മിക്കതിലും ഉപയോഗിച്ചത് ജെയ്സൺ വാട്ടർ ടാപ്പുകളായിരുന്നു. ഈ ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചവർക്ക് അവധിയില്ലാത്ത നൊസ്റ്റാൾജിയ സമ്മാനിക്കും അതിന്റെ ചിത്രങ്ങൾ പോലും. ആ ചിത്രങ്ങൾ ഇതിൽ കൊടുക്കാം. കോടമ്പാക്കത്ത് പൈപ്പ് വെള്ളം കുടിച്ച് ജീവിച്ചിട്ടുണ്ട് എന്ന് ഏതെങ്കിലും ഒരു സിനിമക്കാരൻ പറഞ്ഞാൽ തീർച്ചയായും അയാൾ ജെയ്സൺ ടാപ്പിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് അർത്ഥം. റോഡ് സൈഡ് വാട്ടർ ടാപ്പുകൾ ഉപയോഗശേഷം ആളുകൾ കൃത്യമായി അടയ്ക്കാത്തതുമൂലം ധാരാളം വെള്ളം പാഴായി പോകുന്നത് ഒരിക്കൽ അയ്യരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ചില എഞ്ചിനീയർ സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരു ടാപ്പ് ഉണ്ടാക്കി. പിന്നീട് ടാപ്പുകളുടെ പ്രവർത്തനക്ഷമത കൂടുതൽ മെച്ചപ്പെടുത്തുകയും ഈ ടാപ്പ് ഡിസൈനിന് പേറ്റന്റ് നേടുകയും ചെയ്തു. ടാപ്പ് കണ്ടുപിടിച്ച JP സുബ്രഹ്മണ്യ അയ്യർ ഒരുപക്ഷെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു കണ്ടുപിടുത്തക്കാരനും സംരംഭകനുമെല്ലാമായിരുന്നു. തോമസ് ആൽവ എഡിസനെ പോലെ കണ്ടുപിടുത്തത്തിന് പാറ്റന്റ് എടുക്കുകയും അതിന്റെ ബിസിനസ് സാധ്യതകൾ നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത ഒരാളായിരുന്നു അദ്ദേഹം. രാജാംഗം, SL നാരായണൻ എന്നീ സുഹൃത്തുക്കളാണ് അയ്യരെ സഹായിച്ചത്. ഇരുവരും ദക്ഷിണേന്ത്യൻ റെയിൽവേയിലെ വലിയ ഉദ്യോഗസ്ഥരായിരുന്നു. തുടർന്ന് ജെയ്സൺ ടാപ്പുകൾ വാണിജ്യ അടിസ്ഥാനത്തിൽ നിർമ്മിക്കുന്നതിനായി സുബ്രഹ്മണ്യ അയ്യർ കരമനയിൽ ഒരു ഫാക്ടറി സ്ഥാപിച്ചിരുന്നു. ട്രേഡ് യൂണിയൻ സമരങ്ങളുടെ പേരിലാണെന്ന് പറയപ്പെടുന്നു. അയ്യർ പിന്നീട് ഈ ഫാക്ടറി കോയമ്പത്തൂരിലേക്ക് മാറ്റി. ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒഴികെ ലോകമെമ്പാടും ഈ ടാപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള അവകാശം ഒരു ജർമ്മൻ കമ്പനിയായ ഹൈഡ്രോപ്ലാൻ വാങ്ങുകയായിരുന്നു. അങ്ങനെ യൂറോപ്പ്, ഇംഗ്ലണ്ട്, ജപ്പാൻ എന്നിവിടങ്ങളിലേക്കെല്ലാം ഈ ടാപ്പ് വ്യാപിച്ചു. എന്നാൽ ജെയ്സൺ വാട്ടർ ടാപ്പുകൾ വരുന്നതിനു മുൻപ് ഒരു ക്രൂഡ് സെൽഫ് ക്ലോസിംഗ് വാട്ടർ ടാപ്പ് ഉണ്ടായിരുന്നോ എന്നത് വ്യക്തമല്ല. എന്തുതന്നെ ആയാലും ലോകവ്യാപകമായി ഉപയോഗിച്ചിരുന്ന വെള്ളം പാഴാക്കാതെ ഈ ടാപ്പുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് എന്നത് തീർച്ചയായും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ സെൻസറുള്ള പല പല ഓട്ടോമാറ്റിക് വാട്ടർ സേവിംഗ് ന്യൂ ജനറേഷൻ ടാപ്പുകൾ ഇപ്പോൾ എല്ലായിടത്തും കാണുന്നുണ്ട്. വളരെ നാളുകൾ നമ്മുടെ ദാഹം അകറ്റിയിരുന്ന, പരമാവധി അമൂല്യജലം പിശുക്കി തന്നുകൊണ്ടിരുന്ന പൊതു ടാപ്പുകൾ ഇപ്പോഴും പലർക്കും ഗൃഹാതുരത്വമായി ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വാർത്ത ഇതിലെടുത്തത്. കൂടുതൽ ചരിത്ര സംഭവങ്ങളുമായി വീണ്ടും വരാം. ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.